അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയാ? പൊഴിക്കര. പൊഴിക്കരയൊക്കെ കഴിഞ്ഞാണ് തന്നെ പൊഴിക്കര അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. എന്ത് ഭംഗിയാ കാണാൻ. കുറെ നേരമായി ഞങ്ങൾ ഇവിടെ നിൽക്കുക. പക്ഷെ എനിക്ക് താഴോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ പാറക്കല്ല് വഴി ഇറങ്ങാൻ എനിക്കൊരു പേടി. ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തിയെന്നുള്ള അതൊന്ന് കണ്ടു. അപ്പോഴത്തേക്ക് ബാക്കി നമുക്ക് അതെ നമ്മൾ കൊട്ടിയം ഡ്രീംസ് മാളിൽ നിന്ന് നമ്മുടെ ഒരു ജേണി ആരംഭിക്കാൻ പോവാണ് അല്ലേ? നമ്മള് കൊട്ടിയം ഡ്രീംസ് മാളിൽ വന്നിട്ട് കുറച്ചു നേരമായി. നമുക്ക് അതിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ പോകാൻ പോവാ അല്ലേ? ഇനി ക്യാമറ മേനോൻ അച്ഛന് കോള് വന്നോ. അങ്ങനെ നമ്മള് ഡ്രീംസ് മാളിൽ നിന്ന് ഇറങ്ങും അല്ലേ? ഡ്രീംസ് മാളിൽ നിന്ന് ഇറങ്ങുക. നല്ല ബ്ലോക്കാണ്. നമ്മൾ കൊറേ നാളായി അല്ലേ ബീച്ചിലൊക്കെ പോയിട്ട്. അപ്പൊ താന്നിയില് പോവാന്ന് വിചാരിക്കുന്നു. വർക്കല വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ക്ലിഫിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ നല്ല ഇരുട്ടി. പിന്നെ അത് മാത്രമല്ല, ഇനി മഴ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. അപ്പൊ നമ്മൾ തീരുമാനിച്ചില്ല. എന്തായാലും താന്നിയില് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇവിടുന്നല്ല, ഇതുവരെ ഞാൻ ഈ വഴി പോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഈ വഴി പോകുന്നത്. കാരണം നമ്മള് റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റല്ലേ. അതെന്താ അറിയോ, പുതിയ റോഡ് വന്നപ്പോഴേ നമ്മൾ ഡ്രീംസിൽ നിന്ന് ഇറങ്ങത്തില്ലേ, ഇറങ്ങിയിട്ട് പിന്നെ അങ്ങ് പോയിട്ട് 1 കിലോമീറ്റർ അപ്പുറം പോയിട്ട് തിരിഞ്ഞ് കറങ്ങി വരണം. അതെ, ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എത്തും. ഇതിപ്പോ ഈ റോഡിൽ വന്ന് കയറി. ഈ റോഡിൽ വന്ന് കയറുന്ന ഇതും എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രീംസ് മാള് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുന്ന് വരുന്ന വഴിയാ അല്ലേ? ഇതെന്ന് പറയുന്നത് കൊട്ടിയം വയനാട് കൊട്ടിയം റൂട്ട്. ഇത് മനസ്സിലായ? അങ്ങനെ നമ്മൾ ആ ഇടവഴി കൂടെ കയറി റോഡിൽ ഇറങ്ങി. അതെ, ഈ വഴി നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? എങ്ങോട്ടാ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് മറ്റേ കൊട്ടിയത്തൊരു പള്ളി ഉണ്ടല്ലോ, ഫേമസ്. എന്തുവായിരുന്നു? നമ്മുടെ മാതാവിന്റെ പള്ളി. അത് തന്നെ, പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് പേര് നാവിന്റെ തുമ്പത്തുണ്ട്, അതാ പേര് വരുന്നില്ല. പണ്ട് കൊച്ചിലെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതേവരെ വരാൻ പറ്റിയിട്ടില്ല. ഞാനും ഇതിന് പേര് എനിക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള പള്ളിയാ. ആ പേര് എന്റെ വായിന്റെ തുമ്പിലുണ്ട്, പക്ഷെ പേരെന്തോന്ന് എനിക്ക് ഓർമ്മയില്ല. പുല്ലിച്ചിറ പള്ളി. അത് തന്നെ സത്യമായിട്ട് ഇത് പേര് എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ട്, പക്ഷെ പേര് വരുന്നില്ല. പുല്ലിച്ചിറ പള്ളി പോകുന്ന റോഡിൽ കൂടെ നമ്മളിപ്പം പോകുന്നത്. ഇത് ഏറ്റവും എളുപ്പം. ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ. ഇത് വേറെ അങ്ങോട്ടും പോകുന്ന വഴിയായോണ്ട് വലിയ തിരക്കില്ല. അങ്ങനെ നമ്മള് പുല്ലിച്ചിറ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. അതെ, ഇതാണ് പുല്ലിച്ചിറ പള്ളി. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. അയ്യോ, നമുക്ക് ഇതുവഴി ഇങ്ങനെ അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ വയനാട് റെയിൽവേ ക്രോസ് കഴിഞ്ഞിരിക്കുകയാണ്. വയനാട് ഇത് കണ്ട സ്റ്റേഷൻ കണ്ട, റെയിൽവേ സ്റ്റേഷൻ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ഇത് എത്താറായിരുന്നു. ഇപ്പൊ കാണാം, ഇതാ വയനാട് സ്റ്റേഷൻ കണ്ട. അങ്ങോട്ട് പോകുന്നത് വയനാട്, നമ്മൾ ഇവിടുന്ന് വലത്തോട്ട്. അത് കൊള്ളാല്ലേ? നമ്മൾ വയനാട് പാലം കയറുവാണ്. ആ സംഭവം കണ്ടോ? കല്യാണമൊക്കെ നടത്താൻ പറ്റിയൊരു സ്പേസ്. പാർക്കും കാണുവാണോ? അല്ല, കല്യാണമൊക്കെ ഇവന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഓപ്പൺ ഏരിയ അല്ലേ? TSL അടിപൊളി അല്ലേ? നല്ല സ്ഥലമല്ലേ? അടിപൊളി വ്യൂ സൂപ്പറാ. നമ്മള് കായലും കടലും ഒരുമിക്കുന്ന സ്ഥലം അറിയത്തില്ല. അതാണ് നമ്മുടെ പൊഴിക്കര. അടിപൊളിയാണല്ലേ? അത് അടിപൊളിയാണ്. ഇതേവരെ നമ്മള് വീഡിയോയിൽ നമ്മളെ കാണിച്ചില്ല, വഴിയൊക്കെ കാണിച്ചോണ്ടിരിക്കുക. അതെ. അങ്ങനെ നമ്മള് തീരദേശം താന്നിയൊക്കെ എത്താറായല്ലേ? തീരദേശം റോഡ്. ഈ സൈഡിൽ കാണുന്നത് കായല്, ഈ സൈഡിൽ കാണുന്നത് കടല്. രണ്ടിന്റെ നടുക്കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആ അല്ലേ? അതെ, രണ്ടിന്റെ നടുക്കൂടെ നമ്മളിപ്പോ കുറേ നാളായി ഇവിടെ വന്നിട്ട് തന്നെ. രസട്ടോ. എനിക്കൊന്ന് നമ്മൾ ലാസ്റ്റ് വന്ന ക്ലിഫിൽ പോവാൻ വേണ്ടിയാ. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടേ ഇല്ല. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടോ? ഇവിടെ സേവ് ദ ഡേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചൊക്കെ നടക്കും. ബർത്ത്ഡേ ഫംഗ്ഷനും. നമ്മുടെ തീരദേശം റോഡിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടുന്ന് കേറാൻ എനിക്ക് തോന്നുന്നു കാറുകാർക്കൊക്കെ പാടായിരിക്കും. കാറ് വരത്തില്ല, വരും, ഒരു കുഴിയൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പം കാറിന്റെ അടിയൊക്കെ ഫ്രണ്ടൊക്കെ തട്ടാൻ സാധ്യത കാണും അല്ലേ? അയ്യോ, പണി. ബൈക്ക് തന്നെ നമ്മൾ എന്ത് പാടുപെട്ടാണ്. അതെ, അപ്പൊ കാറിൽ വരുന്നവർക്ക് പണിയാ. പക്ഷെ ഇവിടെ വരെ കുഴപ്പമില്ല. കുറച്ച് നമ്മള് പറയത്തില്ലേ പൊഴി മുറിക്കുന്ന ആ ഒരു സ്പേസിൽ മാത്രമേ ഉള്ളൂ പണി അല്ലേ? അല്ല, ഇങ്ങോട്ടും പറഞ്ഞേക്കുന്ന കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് ഇന്റർലോക്ക് ഇട്ടല്ലേ? മുമ്പ് ഇവിടെ വേറെ വഴി. പക്ഷെ ഇവിടെ എനിക്ക് അറിയില്ല, അറിയാവുന്നവരുണ്ടെ കമന്റ്. എന്റെ ഒരു അഭിപ്രായത്തിലേ ഇവിടെ
ഓവർ ബ്രിഡ്ജ് കണക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം എപ്പോഴും പൊടി മുറിച്ച് വിടുവല്ലേ, അതിനെക്കാട്ടി നല്ലത് മറ്റേതായിരിക്കും. അതെ. അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയത്. അപ്പൊ ഇവിടെ മൊത്തം വഴി പോയി കിടക്കുക. സത്യം പറഞ്ഞുണ്ടല്ലോ, വയ്യാത്തവരാരും ഇതില് 2 വീലേഴ്സ് വരാത്തായിരിക്കും നല്ലത്. അതെ, 2 വീലറിലും 4 വീലറിലാണെങ്കിലും ഇതുവഴി വരാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. ഫുള്ള് പൊളിഞ്ഞു കിടക്കണം. ഇത് ഒരു കിടിലൻ സ്ഥലമാണല്ലേ. ഇത് അടിപൊളിയാണ്. ഇത് കണ്ടാൽ എവിടെ കണക്ക് തോന്നും, ഒരു ആര്യങ്കാവ് സൈഡൊക്കെ തോന്നത്തില്ലേ? ആര്യങ്കാവ് കണക്കൊക്കെ തോന്നുന്നത്. സംഭവം ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാ. അതും വെള്ളം നല്ല പച്ച കളറ്. അടിപൊളി. മുമ്പ് ഇവിടെ ഷട്ടർ ഉണ്ടായിരുന്നു. എനിക്കിന്നിപ്പോ ഷട്ടർ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. നോക്കട്ടെ. ഇല്ല, ഷട്ടർ ഇല്ല. ഇത് കാണിച്ചു കൊടുത്തു. അവിടെയാ പൊഴി അവിടെ കായലും കടലും ഒന്നിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ദ്വീപ് ഇവിടെ. ഇവിടെ മൊത്തം പണിയാൻ തോന്നുന്നു കേട്ടാ. അയ്യോ, ഇപ്പൊ നമ്മള് ഒരു അമ്പലത്തിന്റെ ബാക്കിലോട്ട് വന്നേക്കുവാണ് വീഡിയോ എടുക്കാൻ. ചില റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു അമ്പലമാണ്. അതായത് നമ്മുടെ ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് കടല് കാണുന്നത്, അത് ഈ അമ്പലമാണ് സത്യത്തിൽ. അമ്പലത്തിന്റെ ബാക്ക് സൈഡ്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ഈ കതവ് തുറന്നിട്ടാണ് ഈ ഇത് കാണുന്നത്. എല്ലാരും ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇച്ചിരി നടക്കാൻ തയ്യാറാണോ? നടക്കാൻ വലിയ തയ്യാറല്ല അല്ലേ. നമുക്കിവിടെ നിക്കാം. എന്നാ നീ ഇവിടെ നില്ല, ഞാൻ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ ഈ ബൈക്കിൽ അങ്ങോട്ട് നിക്കാം. പാറയുടെ അടുത്തൂടെ നടന്നു പോകണം. വരുന്നില്ല, ബാ. നമ്മൾ ഈ പാറയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാങ്കിൽ കിഡിലൊരു വ്യൂ കാണിച്ചു തരാം. വരുന്നില്ല, ആദ്യമേ വിളിച്ചാ വരുന്നെന്ന്. ഞാൻ വരത്തില്ല. അവിടെ ഓരോരുത്തരെ മീൻ പിടിക്കുന്നുണ്ട്. ഈ പാറ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നിന്നാണ് കിടക്കുന്നത്. കാര്യം ഫ്ലാറ്റായിട്ടുണ്ട്. ഇതിലെ കൂടി ഇങ്ങനെ നടന്നു പോയാൽ നമുക്ക് ഇവിടെ ഇറങ്ങാം, ഇത് കാണാം. ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടോട്ടൊന്ന് കാണിച്ചു തരാം. ആൾക്കാരൊക്കെ അവിടെ നിന്ന് കാലൊക്കെ നനയ്ക്കുന്നുണ്ട്. അച്ചു പേടിച്ച് അവിടെ നിൽക്കുക. അച്ചു വരുന്നില്ല. കളറുണ്ട്. ഇത് ഈ ഭാഗത്ത് കടല, ഈ ഇതിലേക്കൂടെ ആ കാണുന്നുണ്ടോ അവിടെ, അത് സംഭവം ആ പാലത്തിൻ്റെ അപ്പുറം സൈഡ് കായലുമായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് വെള്ളം അങ്ങോട്ടും പോകും, അവിടുന്ന് വെള്ളം ഇങ്ങോട്ടും വരും. അങ്ങനെയാണ്. പിന്നെ പിള്ളേരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. പക്ഷേ മുമ്പ് ഞാനും ഇതുവരെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കുളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ലായിരുന്നു. ഓർമ്മയുണ്ട്. ഇപ്പോൾ ഓർമ്മ വന്നു. ഈ ഭാഗത്ത് എവിടെയോ ഞാൻ പണ്ട് വന്ന് കുളിച്ചിട്ടുണ്ട്. പക്ഷേ ഡേഞ്ചറാണ് സംഭവം. വിചാരിക്കുന്ന കണക്കല്ല, ഇച്ചിരി ഡേഞ്ചറാണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ വലിയ കുഴപ്പമില്ല, കാലൊക്കെ നനയ്ക്കാൻ കേട്ടാ. ഒരുപാട് സ്ഥലം ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ കാലൊക്കെ നടച്ച് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്, പോയി നോക്കണം. ഭയങ്കര പേടി കാരണം ഞാൻ പറയുടെ പുറത്ത് കയറിയില്ല. പക്ഷെ അടിപൊളി ലൊക്കേഷൻ കേട്ടോ, സംഭവം അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. എനിക്ക് താഴോട്ട് ഇറങ്ങിക്കോളാം. അത് ഏറ്റവും വലിയ വലിയ പ്രശ്നമില്ല, അഴുക്കില്ല. അഴുക്കുള്ള സ്ഥലമുണ്ട്, അപ്പുറത്തൊക്കെ അഴുക്ക. അപ്പോൾ അഴുക്കില്ലാത്ത സ്ഥലത്ത് കാലം നനയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അച്ചു പേടിച്ച് കുറച്ച് അവിടെ നിൽക്കുക. എന്താ ചെയ്യും, നല്ല കാറ്റ്. അച്ചുവിന് സത്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര പേടി വരാൻ. എനിക്ക് ഇത് കല്ലിൽ കൂടെ അങ്ങനെ പോയി ഇനി കാലം കണ ഇടയ്ക്കാവണം, എനിക്ക് പേടിയാണ്. എനിക്ക് താഴെ കണ്ടിട്ട് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ അത് ഇതുവഴിയാ ഇറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. അത് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാമല്ലോ, ഈ പാറപ്പുറത്തൂടെ തന്നെ ഇറങ്ങുന്നത്. ആണോ താന്നി വരുന്നു? ഞാൻ ഇവിടെ അല്ല, മറ്റടുത്ത് ഇറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഇറങ്ങണമെന്നുണ്ട്. അതുവഴി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെയാണോ നിനക്ക് ഇഷ്ടപ്പെട്ട? ഇവിടെ ഇഷ്ടപ്പെട്ടത്. അടിപൊളിയല്ലേ ഇവിടെ? ഇവിടുത്തെ കടലിന്റെ വെള്ളത്തിന്റെ കളർ കണ്ടാ? അതുവഴി താഴോട്ട് നല്ലപോലെ ഇറങ്ങാൻ പറ്റും. ഇതുവഴി നടന്നു പോയാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും. അവിടെ 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി ഇറങ്ങുന്ന പാടാണോ? ഇതുവഴി ഇറങ്ങാൻ തോന്നുന്നു. നോക്കിയാലോ ഇതുവഴി പാടായിരിക്കും. ഇതുവഴി ഇടിഞ്ഞിടിഞ്ഞ് ഓരോന്ന് വീഴുന്നത്. ഇത് മറ്റേ കല്ല സംഭവം. ഇവിടെ അടിപൊളിയല്ലേ? ഇല്ല കല്ല്, എന്തോ എൻ്റെ പേര് പറയുന്നു, വെട്ടുകല്ലെന്നൊക്കെ പറയുന്ന കല്ലില്ല, ആ സംഭവം. കൊള്ളാം കേട്ടോ, ഈ ലൊക്കേഷൻ അടിപൊളി. ഇവിടുന്ന് ഇറങ്ങാനും എളുപ്പം, ഇറങ്ങി കാല് നനയ്ക്കാം. സത്യത്തിലേ ഞാൻ നടന്ന് പോരുന്നു ഈ പാറപ്പുറത്തൂടെ. പക്ഷെ ഒരാളവിടെ നിൽക്കുന്നുണ്ട, പേടിച്ച് വിറച്ച്. സംഭവം ഡേഞ്ചറാ ഇതിൻ്റെ കൂടെ നടന്നു പോകുന്നത്. കാലം കാണാൻ വീണോ, ഫോണോ കാലോ എന്തെങ്കിലുമൊക്കെ വീണാൽ പോയി. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ഫോൺ പോയിട്ട് എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്.
എവിടെയാണെന്നറിയാമോ? ഫോണൊക്കെ കൊണ്ട് കിടക്കുന്ന സൂക്ഷിച്ചു വേണം. എന്തോ സാധനം പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ഫോൺ പോയി. ആ ഫോൺ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? പാറ പൊക്കി മാറ്റി എടുക്കുന്നത്. ആര്? ബംഗാളികള്. അവരെ കൊണ്ടേ പറ്റൂ. അത് പോയത് ഏത് ഫോണെന്നറിയോ? പണ്ട് എവിടെ തിരുമുല്ലയത്ത് വെച്ചു. ഏത് ഫോൺ? അവരുടെ മറ്റേ ചൈന ഫോൺ ഉണ്ടല്ലേ, വലിയ പാട്ട് കേൾക്കുന്ന സാധനം. ആ സാധനമാണ് പോയത് അന്ത സമയത്ത്. അവരവരുടെ കൂട്ടുകാരെ അടുത്തവൻ കൂട്ടുകാരെ വിളിച്ച് അവര് വന്ന് പാറ മാറ്റി എടുത്ത് വെച്ചു. ഒരു അമ്പലത്തിന്റെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ ഇത് തുറക്കുമ്പോഴത്തേക്ക് നേരെ കടല് കാണുന്ന ഈ അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ അതിനകത്തുനിന്ന് ആരോ ഇൻസ്റ്റ റീൽ എടുത്തതെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഒരു ഓർമ്മ വെച്ച് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് അങ്ങനെ ഒരു ഫേസ് ചെയ്തൊരു അമ്പലം എനിക്കറിയാം. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് ദേ ആ കാണുന്ന ആ ഇത് കണ്ടോ? പറഞ്ഞു കൊടുക്കച്ചു. ആ കാണുന്നതാണ് പാലം അല്ലേ? ആ പാലത്തിന്റെ അപ്പുറം എന്തോ? അതിന്റെ അപ്പുറം കടലോ? അതിന്റെ അപ്പുറം കായല്. അതിന്റെ അപ്പുറത്ത് കായല്. ഇത് കടല്. ഇവിടെയാണ് പോകുന്നത്. പക്ഷെ ഇത് കായലും കടലും കൂടെ ഒന്ന് ഇരുന്ന സ്ഥലമാണ്. അതെ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെയും വെള്ളം പോവും, അവിടുന്ന് ഇങ്ങോട്ടും വരത്തില്ലേ? രണ്ടും കൂടെ മിക്സ് ആവുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. മുമ്പ് അവിടെ ഷട്ടർ ഉണ്ടായിരുന്നു. കാരണം എന്താ പറയാ, ഈ കടലിലെ വെള്ളം എല്ലാം കായലിലോട്ട് വന്ന് ഇതുവഴിയാ. തിരിച്ച് ഇങ്ങോട്ട് കായലിൽ വെള്ളം കയറുമ്പോഴും ഇങ്ങോട്ട് പോത്തില്ലേ? മഴ പൊഴി മുറിക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒന്നാവും. നമ്മൾ വന്ന വഴിക്ക്. ഇതില് ഇവിടെ ഇത്രയല്ലേ ഉള്ളൂ. അതെ. അതല്ലേ ചോദിച്ചു. അവിടെ ഷട്ടർ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയല്ലേ? അതൊക്കെ പോയി. ഇന്നാളെ എനിക്ക് തോന്നുന്നത് പണി നടന്നപ്പോ ഇളക്കി വെച്ചേക്കുന്ന കണ്ടായിരുന്നു. എന്താ നമ്മള് ക്ലിപ്പിൽ വന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഇല്ല, ഷട്ടർ ഇല്ല. ഇപ്പൊ ഇവിടെ കാണാം, ഷട്ടർ ഇല്ല. ഇപ്പൊ കടലിൽ നിന്ന് വെള്ളം കായലിലേക്ക് ഒഴുകി ഇങ്ങനെ. നമ്മള് വന്നതിനെക്കാട്ടി ഇപ്പം തിര കൂടിയിട്ടുണ്ട്. തിര കൂടി ഒഴുക്ക് കൂടി. നല്ല പച്ച കളർ വെള്ളം. അതാ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കളർ മനസ്സിലാവുന്നത് എനിക്ക് അറിയില്ല. നല്ല പച്ച, അടിപൊളി കാണാൻ. നല്ല രസം. ഒഴുക്കെന്ന് പറഞ്ഞാൽ എന്താ നോക്കി കണ്ട, നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട്. വീണ നമ്മൾ ഒഴുകി അങ്ങ് പോകും. അതുകൊണ്ട് ഇങ്ങോട്ട് നീക്ക്. അച്ഛൻ എവിടെ പേടിച്ചിരിക്കുക. ഞാൻ നിൽക്കുന്നത് നമുക്ക് കുറച്ച് പേടിയൊക്കെ വേണം. ഞാൻ ഇവിടെ നിൽക്കുന്നത്. അച്ഛന് ഭയങ്കര ധൈര്യം എന്ന് പറയല്. ആവശ്യത്തിന് പേടിയൊക്കെ വേണം. ആവശ്യത്തിൽ കൂടുതൽ പേടിയുണ്ടല്ലോ. അതാണ് ഞാൻ ആവശ്യത്തിന് കൂടുതൽ. ഞാൻ നല്ലോണം ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇറങ്ങത്തില്ല. ഞാൻ അവിടെ പിള്ളേരൊക്കെ കടലിൽ കിടന്ന് കളിക്കുന്നു. അതെ, കണ്ടിട്ട് കൊതിയാവുന്നു. പക്ഷെ ഇവിടെ അഴുക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇത് നല്ല വെള്ളമാണ്. ഇങ്ങോട്ട് പോകുന്നത് പിള്ളേരൊക്കെ കിടന്ന് കുളിക്കുകയാണ് കടലിൽ കേട്ടോ. കൊച്ചു പിള്ളേരുന്നൊക്കെ. അത് ഒരു കാര്യമുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്. അത് നീന്തൽ പഠിക്കുന്നു. നീന്തുവാണ്. കൊള്ളാല്ലേ? നമുക്കെങ്കിൽ പോയാലോ? ഇരുട്ടി. നമുക്ക് കുറച്ച് അപ്പുറത്ത് ഒന്ന് പോയി നോക്കാം. എന്നിട്ട് പിന്നെ തിരിച്ച് നമുക്ക് വരാം. അടുത്ത സ്പോട്ടിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നു. അതെ. അപ്പുറത്തെ റോഡൊക്കെ ഭയങ്കര മോശം. നിങ്ങൾ അതാ വരുവാണെങ്കിൽ ഏത് വഴി വരണം? നേരെ സ്ട്രൈറ്റ് റോഡ് വഴി വന്നാൽ മതി. തീരദേശം വഴി വരണം. തീരദേശം 2 മാസത്തേക്ക് അടച്ചിട്ടേക്കുന്നെങ്കിലും വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര പാടാ. വേണ്ട, റിസ്ക് ആണ്. ബൈക്കാണെങ്കിൽ തന്നെ നല്ല കുലുക്കമാണ്. അതെ, പ്രത്യേകിച്ച് ലേഡീസ് അല്ലേ, വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വയ്യാത്തവരൊട്ടും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല വഴി എന്ന് പറഞ്ഞാൽ മറ്റേ വഴി, ഇത് മൊത്തം കുത്തിപ്പൊളിച്ചൊക്കെ. നമ്മള് കൊട്ടിയത്ത് നല്ല ബ്ലോക്ക് ആയിരിക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മെയിൻ റോഡ് വഴി മാക്സിമം വരാൻ ശ്രമിക്കുക അല്ലേ. അപ്പൊ നമുക്ക് പോയി അടുത്തൊരു സ്ഥലം നോക്കിയിട്ട് വരാം. ഇരുട്ടാവുകയാണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. ഇരുട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോനകത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുകയാണ്. ഇത് റിസോർട്ടോ വീടോ അങ്ങനെയായിരുന്നു. ഇത് എന്താ സംഭവം അറിയത്തില്ല. ഇനി പഴയ വല്ല ആയിരിക്കും. തോന്നുന്നു പഴയ എന്തോ സെറ്റപ്പാ. പക്ഷെ കൊള്ളാല്ലേ, എന്തോ സംഭവം. വീടാണ് കേട്ടോ. അവിടെ പശുവൊക്കെ ഉണ്ട്. താമസിക്കുന്നവർക്ക് സൂപ്പർ ആയിരിക്കും അല്ലേ. താമസിക്കുന്നവർക്ക് നമ്മളെ പോലുള്ള ഇങ്ങനെ വല്ലപ്പോഴും വന്ന് കാണുന്നവർ പറയും താമസിക്കുന്നവർക്ക് അടിപൊളിയാ, എപ്പോഴും കടൽ കാണാം. പക്ഷെ അവർക്ക് ഇതൊരു രസമായിരിക്കത്തില്ല. അതെ, ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാലേ, നമുക്ക് തന്നെ അവിടുന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ ഇങ്ങോട്ട് വരാനായിട്ട്. അതെ, ഇവിടുന്ന് കടൽ അടുത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ളിടത്തൂടെ ഇറക്കിയതാ. ഏറ്റവും എളുപ്പമുള്ളിടത്തൂടാ ഞാൻ നിന്നെ ഇറക്കിയത്. പക്ഷെ കല്ല് ഞാൻ മറിഞ്ഞു പോയി. എന്നിട്ടും പേടിയല്ല, കല്ല് മറിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ചരിയുമല്ലോ. അവിടെ കുഞ്ഞൊരു കല്ല് നോക്കിയതാ. ഇതെന്തോ ഇറങ്ങാൻ എന്തോ ഉണ്ട്, കുഞ്ഞു കല്ലുകൾ. ആ കല്ല് ഞാൻ കണ്ടില്ല. അങ്ങോട്ട് ഇറങ്ങാൻ പോ. കാല് നനയ്ക്കുന്നു. ഞാൻ കാല് നനയ്ക്കുന്നില്ല. എനിക്ക് ബീച്ചിൽ വന്ന് കാല് നനയ്ക്കാൻ എനിക്ക് വലിയ താല്പര്യം. പക്ഷെ ഇവിടെയൊക്കെ വൃത്തിയൊക്കെ ഉണ്ട്. കാല് നനച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ കാല് നനയ്ക്കുന്നു പറഞ്ഞു ഇങ്ങോട്ടില്ലേ? നീ കാല് നനയ്ക്കുന്നു പറഞ്ഞില്ലേ, നനച്ചോ?
ഈ ഷൂസ് എന്തോ ചെയ്യും? അതാണ് ഒരു കൺഫ്യൂഷൻ. കെട്ടി ചെരുപ്പിട്ടോണ്ട് വന്നാൽ മതിയായിരുന്നു. കെട്ടി തൂക്കിയിട്ടാലും മതി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കെട്ടി തൂക്കിയിട്ടാൽ മതി. കെട്ടി തൂക്കിടാൻ കയറില്ല. വണ്ടിയിൽ ബാക്കിൽ ഇട്ടാൽ മതി. ചെരുപ്പില്ലാതിരിക്കേണ്ടി വരും. പ്രശ്നമുണ്ടോ? അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്. എന്നാ പോയി കടലിലേക്ക് ഒന്ന് കണ്ടിട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ബീച്ചിൽ വരണമെന്ന് വിചാരിച്ചു. ഇത്ര ശാന്തമായ ഒരു ബീച്ചിൽ വന്നു. ഇവിടെ വലിയ തിരക്കില്ല അല്ലേ? വലിയ തിരക്കില്ല, പക്ഷെ തിരയൊക്കെ ശാന്തമല്ല, ഭയങ്കര കുരുത്തക്കേട്. അത്യാവശ്യം നല്ല ഇതുണ്ട്, റഫാണ്. എങ്ങനെയുണ്ട്? ഇതിലെ വണ്ടിയുടെ മണ്ടയിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടോ? അതെ, അതെനിക്ക് തോന്നുന്നൊരു ടൂറിസ്റ്റ് ബസ്സിലെങ്ങാണ്ട് വന്നെയാ. പക്ഷെ ബസ്സിന്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുന്നു കേട്ടോ. ബ്രൈറ്റ് ടു ബി ഷൂട്ട് നടക്കുവാണെന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അങ്ങോട്ട് പോയ ഓർമ്മയുണ്ടോ? അങ്ങോട്ട് പോയപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇതേവരെ കഴിഞ്ഞില്ല. നമ്മൾ അടുത്തോട്ട് നടന്ന് ഉപ്പോണ്ടിരിക്കും. വരുന്ന ഇല്ല, വരത്തില്ലതാ, ഇത്രയേ ഉള്ളു. ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് കടലിനെ പറ്റിക്കാം. കടലിനെ പറ്റിച്ചാലോ? പണ്ടേ പണ്ടേ പറയത്തില്ലേ, തറയിൽ എഴുതി വെച്ച് കഴിയുമ്പോ കടലമ്മ ഒന്ന് മായ്ച്ചു കളയുന്നു. അതെന്തോ എഴുതി വെക്കുന്നേ? കടലമ്മ കള്ളിന്ന് എഴുതുമ്പോഴത്തേക്ക് മായ്ച്ചു എഴുതി വെച്ചു നോക്കെ. എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നല്ല തിരയുണ്ട്. അതെ, ഇവിടെ എഴുതി പോയി. നമ്മൾ ഇവിടെ വരെ എന്തായാലും അടിച്ചില്ല. നീ ഒന്ന് എഴുതി വെച്ച് നോക്കെ, എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് നോക്കെ. എന്റെ കയ്യിൽ അഴുക്കാവത്തില്ലേ? ഞാൻ എടുത്തു തരാം. വീട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു കല്ല് കിട്ടി. കുഞ്ഞൊരു കല്ലല്ല, എന്നാ വെച്ചു. ഞണ്ടാണോ? ഞണ്ടല്ല. പിന്നെ നമുക്ക് എഴുതാം. എഴുതിക്കോ. എന്തോ എഴുതുന്നേ? കടലമ്മ കള്ളി. എന്നാ എഴുതി വെക്ക്. വരുമോ നോക്കാല്ലോ നമുക്ക്. വലുതായിട്ട് എഴുതുവല്ലേ? ഇവിടം വരെ വരത്തില്ലെന്ന് തോന്നുന്നു. എഴുതി വെച്ച് നോക്ക്, ചിലപ്പോ വന്നാലോ. തകർത്ത് വെച്ചിരുന്ന എഴുതുവാണല്ലോ. എഴുതി കഴിഞ്ഞ മിക്കവാറും ഇത് ഞാൻ തന്നെ വായിക്കേണ്ടി വരും, കാരണം കടൽ ഇവിടം വരെ വരത്തില്ല. അച്ഛാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടം വരെ വരത്തില്ല. നോക്കാം, എന്നിട്ട് അത് മായൊന്ന് നമുക്ക് നോക്കാമല്ലോ. സഹിക്കാൻ വയ്യ കേട്ടാ. സഹിക്കാൻ വയ്യ. കള്ളിയൊന്നും അല്ല, നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മായ്ക്കും. നോക്കാം നമുക്ക്. നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, നോക്കാം. പക്ഷെ ഇവിടം വരെ എത്തിയല്ലേ? അതെ, നേരത്തെ അങ്ങ് വരെ ഉള്ളായിരുന്നു. അവിടെ മാറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഷൂസ് എല്ലാം നനഞ്ഞായിരുന്നു. എഴുതി വെച്ചേക്കുന്ന ഇവിടെയാ. ഞങ്ങളിങ്ങനെ ദൂരെ നിൽക്കുക, നമുക്ക് നോക്കാം. മായ്ക്കുമായിരിക്കും വെച്ചു. മായ്ക്കുമായിരിക്കും, അറിയില്ല, നോക്കാം. പക്ഷെ അപ്പുറത്ത് വരെയൊക്കെ വന്ന് തുടങ്ങി. ഇങ്ങോട്ട് വരുമോന്ന് അറിയത്തില്ല. ഷൂസ് ഊരിയിട്ട് കാലി നനച്ച് നോക്കിയാലോ? നല്ല റഫായിട്ട് വരുന്നു. മായ്ക്കൂ. അതിന്റെ അടുത്ത് വരെ കണ്ട. ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് അങ്ങ് അടുത്ത് പോയിട്ടാ, തൊട്ടടുത്ത് വരെത്തി. വരാത്ത രീതിയിലാ. ഞങ്ങൾക്കറിയാം ഇവിടം വരെ കേറി വരത്തില്ല, അതുകൊണ്ട് എഴുതി വെച്ചേല്. പക്ഷെ വരുമായിരിക്കും. പക്ഷെ എപ്പോ വരുമെന്ന് അറിയത്തില്ല. അതെ, സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടോ എന്തോ? കിട്ടുന്നുണ്ടായിരിക്കും. ഈ കാല് നനയ്ക്കണമെന്നുണ്ട്. നനച്ച ഷൂസ് ഇടാൻ പറ്റത്തില്ല. നനച്ചു കഴിഞ്ഞാൽ കാലിൽ മൊത്തം മണ്ണായിരിക്കും. അതെ, ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കണം, എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് വെക്കണം, എന്നിട്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് വെള്ളം നനയ്ക്കണം, വെള്ളം ഒഴിക്കണം, പ്ലാസ്റ്റിക് കവറിൽ വെള്ളം ഒഴിക്കണം, എന്നിട്ട് കാല് അതിനകത്ത് മുക്കണം, മുക്കിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചിട്ട് ഷൂസ് ഇടണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതിന് പ്ലാസ്റ്റിക് കവർ വേണം. അതാ ഞാൻ പറഞ്ഞത്, ഇരുട്ടി തുടങ്ങി. നമ്മൾ എപ്പോ ഇവിടെ വന്നേന്നറിയാമോ? പക്ഷെ ഇവിടെ വന്നാൽ പോവാൻ തോന്നത്തില്ല. പക്ഷെ ഇത് നല്ല ഒതുങ്ങിയ ഒരു ബീച്ചാ. ചില സമയത്ത് ഇവിടെ തിരക്കാ, ചില സമയത്ത് തിരക്കില്ല. എന്താന്ന് തോന്നുന്നു, തിരക്കില്ല. കടലൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കടല് കണ്ടട്ടെ ഒരു സമാധാനം ഉണ്ടല്ലേ? പട്ടി ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം അച്ചു ഇനി ക്യാമറയിൽ ഫോക്കസ് ചെയ്തില്ല, അതിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് വരുന്നുണ്ടോ? നമ്മൾ ആരും ഇല്ലാത്തടം നോക്കി വന്നേ, അന്നേരത്തേക്ക് ആളുകൾ പട്ടിയായിട്ട് വന്നു. ഇനി ഞാൻ ഇവിടുന്ന് ഓടും. പേടിക്കണ്ട. പക്ഷെ ഇരുട്ടി തുടങ്ങിയില്ലേ? ഇരുട്ടി തുടങ്ങി. ആകാശമൊക്കെ കണ്ടോ? ആകാശം കടല്, ആകാശം കടല്. ആ ബ്രൈറ്റ് ടു ബി ഷൂട്ടൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നു ബ്രൈറ്റ് ടു ബി ഷൂട്ടിന്റെ. കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ അച്ഛൻ്റെ കോസ്റ്റ്യൂം കിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നിട്ട് ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? സംഭവം അടിപൊളിയാ, എനിക്ക് ഇഷ്ടപ്പെട്ട്.
ആ വെച്ചു. അപ്പം നമുക്ക് എന്തായാലും ഒരു തമ്മിലിന് ഇതേവരെ നമ്മൾ ഫോട്ടോ എടുത്തില്ല, എന്തായാലും ഇന്ന് വരെ നമുക്ക് തമ്മിലിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ചിലപ്പോ എടുക്കും, എടുത്തോ എന്റെയും എടുത്തോ. അപ്പൊ രണ്ടുപേരുടെ ഓരോ ഫോട്ടോസ് വെച്ച് നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഞാൻ ഇങ്ങനെ വെക്കാം. അച്ഛന് തമ്മിലിൽ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാം. എന്നിട്ട് ഫോട്ടോ എടുത്ത് ഇവിടെ എഴുതി വെച്ചതാ, ഇതുവരെ മായ്ച്ചില്ല. അച്ചു മായ്ക്കത്തില്ലേ അത്? അത് മായ്ക്കുമായിരിക്കും, കുറെ കഴിയുമ്പോഴത്തേക്ക് കടൽ കയറി കയറി വരുവാ. അയ്യോ മായ്ക്കത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നോക്ക്, ഇത് കൂട്ടി, സ്പീഡ് കൂട്ടി. സ്പീഡ് കൂട്ടി. സമയം ഇപ്പൊ എത്രയായി? സമയം 6:49 എപ്പോ വന്നതാ? നമ്മള് വൈകിട്ട് വന്നതാ. നമുക്കിനി പോവാം. പക്ഷെ നമുക്ക് ഇനി ഒരു ദിവസം വരണം. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴും ഇത് തന്നെ പറയും, നമ്മൾ എവിടെ പോയാലും ഇത് തന്നെ പറഞ്ഞു, ഉടനെ ഇനിയും വരണം. പക്ഷെ അങ്ങനെ പറഞ്ഞ പിന്നെ വരാൻ പറ്റത്തില്ല ഉടനെ. അതുകൊണ്ട് ഒന്നും പറയണ്ട, എപ്പോഴെങ്കിലും വരണമെന്നുണ്ട്. കാരണം കുറേ നേരം വന്ന് ചെരുപ്പിട്ടോണ്ട് വരണം. അന്ന് കടലിലൊക്കെ കാലൊക്കെ നനച്ച് ഇവിടെ ഇരുന്ന് ഓരോ കപ്പലണ്ടിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച്. അതിന് ഇവിടെ ഈ ഭാഗത്ത് ഇറങ്ങിയ കപ്പലണ്ടിയും ഐസ്ക്രീമും ഒന്നും നമ്മള് മേടിച്ചിട്ട് വരണം. എന്നിട്ട് ഇറങ്ങി കുളിക്കണ്ട എവിടെയാന്നറിയോ? എവിടെയാ? മറ്റേ ഇവിടെ പോയി കുളിക്കണം. എവിടെ? വർക്കല ക്ലിപ്പില്. അവിടെ ആകുമ്പോ കുളിക്കാനും പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറാനൊക്കെ സൗകര്യം ഉണ്ടോ അവിടെ? നമ്മളിന്ന് ഇവിടുന്ന് ക്ലിഫിൽ പോണോന്ന് വിചാരിച്ച പിന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു, പോയി കഴിഞ്ഞാൽ പാടാ. അത് മാത്രല്ല ക്ലിഫിൽ പോയി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം, എന്നാലേ ഒരു രസമുള്ളൂ. പക്ഷെ ഒരു ദിവസം പോണം അല്ലേ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അടിപൊളിയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞു, മായ്ക്കുമെന്ന് പറഞ്ഞു. അയ്യോ മായ്ച്ച് നമ്മള് മൈൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതിയത് അതൊന്ന് മായ്ച്ചിട്ട് പോയി. ഇനി പോരാ, വായിക്കുകയും ചെയ്ത് ഭയങ്കര ദേഷ്യം. വായിച്ചതാ വീണ്ടും കേറി വരുന്നുണ്ടതാ കണ്ട. ഞാൻ പറഞ്ഞില്ല അത് മായ്ക്കുമെന്ന്. മായ്ച്ചടാ, നമ്മളിവിടെ സംസാരിച്ചോണ്ട് ഇരുന്നപ്പോഴത്തേക്ക് അതൊന്ന് മായ്ച്ചു. അപ്പൊ ഉള്ളതാണല്ലേ? അതെ മലയാളി ഉള്ളതാ. കാരണം അത് ഒരുപാട് പാടുപെട്ട് മായ്ക്കാൻ വേണ്ടി, നമ്മള് മായ്ക്കാതിരിക്കാൻ വേണ്ടി മുകളിൽ കേറി വരാത്തടുത്താണ് അച്ചു എഴുതി വെച്ചത്. പക്ഷെ അത് മായ്ച്ചു. എന്നാലും എനിക്ക് അവിടെ പോയിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റും, അതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അന്നേരം നമ്മള് വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോ അത് മായ്ച്ചു. ഇപ്പോഴും തിര അവിടെ എത്തുന്നില്ല. പിള്ളേരെക്കാട്ടി കഷ്ടമാണ്. ബീച്ചിൽ വന്നിട്ട് തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. വരുന്നില്ലോ, ആളുകളുടെ പറയെങ്കിൽ അവിടെ ഇട്ടിട്ട് വാ. അങ്ങനാരും പറയരുത്, പക്ഷെ അങ്ങനെ പറയാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണും. അങ്ങനെ പറയരുത്. എനിക്ക് ആകപ്പാടുള്ളൊരു ഒരു മുത്താണ് പറയുന്നത്. നമുക്ക് പോവാം. ഇനി ഒരുപാട് ഇരുട്ടിക്കഴിഞ്ഞാ നമ്മള് പോകുന്ന വഴി ഭയങ്കര മോശം. അതെ, പോവാൻ താല്പര്യമില്ല, റോഡ് മോശമാണ്. എന്നാലും നമ്മള് പോണ്ടേ. കാര്യം എന്താ പറയാ, റോഡ് മോശമാണ്. നമ്മള് ടൂ വീലറിലും കൂടെ ഭയങ്കര. അത് മാത്രമല്ല ഇനിയിപ്പം ഒരുപാട് നേരം ടൂ വീലറും കൂടെ ആയതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. കടലിൽ നിന്ന് പോവാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അതെ, ഞാൻ ഇവിടെ തന്നെ നിക്കാന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് പോകുമ്പോ എനിക്ക് പേടിയാ. പക്ഷെ നല്ല ഇരുട്ടായി. കുറച്ചു നേരം കൂടെ നിക്കാന്ന് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കുന്നില്ല, ഇരുട്ടി നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒന്നാമത് നമ്മുടെ കൊല്ലം ബീച്ചല്ല, നമ്മൾ താന്നി ബീച്ചിലാണ് നിൽക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് വെട്ടവും കുറവാ, റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കും. അതുകൊണ്ട് ഇത്രയും കൂടെ ഇരുട്ടിയോണ്ട് ഭയങ്കര പാടാണ്. പിന്നെ അതുമല്ല നമുക്ക് ഒരു റെയിൽവേ പാളം കടന്നു വേണം നമുക്ക് പോകാൻ. അതെ, നമ്മള് മയ്യനാട് വഴിയൊന്ന് അല്ല, മയ്യനാട് വഴിയല്ല, തിരിച്ച് മാടന്നറ വഴി പോവാം. പക്ഷേ റെയിൽവേ ക്രോസ് ഭയങ്കര റിസ്ക് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ മുണ്ടക്കൽ വഴി ഏതെങ്കിലും ഒരു വഴി നമുക്ക് പോവാം, ബീച്ച് വഴി എങ്കിലും പോവാം. എന്നിട്ട് വാടി പോയി നോക്കിയാലോ നമുക്ക്? അതെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? വാടിയിൽ പോയി നോക്കാം. അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല്ലെന്ന് അറിയത്തില്ല. വാടിയില് എനിക്കൊന്നും അവിടെ ഇപ്പം പോയി എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത്രയും ഇരുട്ടി. അതുകൊണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ? ഒരു കുഞ്ഞു വീഡിയോ, വളരെ കുഞ്ഞു വീഡിയോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, അവധിയൊക്കെ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് വെച്ച് ചെയ്യണ്ടേ? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യണേ. അതെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ, താങ്ക് യു. ബീച്ചിന്ന് വരാത്തോണ്ട് അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞതാ പോവാന്ന്. ഇരുട്ടിയതോ? അമ്മ വിളിച്ചു, വീഡിയോ എടുത്തോണ്ട് അമ്മ വിളിച്ചു, വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നോണ്ട് ഞാൻ എടുത്തില്ല. അങ്ങോട്ട് വിളിക്കുക. അമ്മ അറിയേ, അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് എന്താ അറിയോ? പിള്ളേരെ നിങ്ങൾ എവിടാ, എത്ര നേരമായി പോയിട്ട്? കാണുന്നില്ല, നിങ്ങൾ എവിടെ? അമ്മയ്ക്ക് ഭയങ്കര പേടിയാ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ. ഹലോ, ഞങ്ങളിവിടെ ബീച്ചിന്റെ ഇവിടെ വന്ന് വീഡിയോ എടുത്തോണ്ട് വെക്കുവോ അമ്മ? നമ്മുടെ താന്നിയില് ഇപ്പം വരും. ശരി അമ്മ, തിരിച്ചു പോവുകയാണ്. ടാറ്റാ. നടന്നു.
ഇതാ എനിക്ക് കവചം ചൂടിത്തരാൻ പോകുന്നത് ഏട്ടൻ. ഞാനേ മിക്കവാറും അച്ഛന് ഹെൽമെറ്റ് വെച്ച് കൊടുക്കുമ്പോ എന്തോ പറയുന്നത് ഹിഷ്മതി സാമ്രാജി. ബാക്കി പറയണ്ട, ബാക്കി പറയത്തില്ല. ബാക്കി പറഞ്ഞാ കടലിലോട്ട് തള്ളിയിടും. അപ്പൊ നമ്മള് തിരിക്കുവാണ്. അതെ, നല്ല കാറ്റ്. അതെ, നല്ല കാറ്റ്. നമ്മള് നേരത്തെ നിന്നെടുത്ത് കടലും കേറി. പക്ഷെ കടലിനെ നമ്മള് വെട്ടിട്ട് എടുത്തിട്ട് കാണാൻ വയ്യ. നമുക്ക് എന്താ അറിയോ, ഭയങ്കര ചൂട്. അതാ ഇപ്പൊ ആൾക്കാരില്ലാത്തെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പോവാം. വണ്ടി ഓടിക്കുമ്പം ഹെൽമെറ്റ് അത് പറയുന്നില്ല. വണ്ടി ഓടിക്കുമ്പോ എന്തായാലും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. അങ്ങനെ നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ, പക്ഷെ ഇവിടെ വെട്ടമില്ല, അതാണ് ഏറ്റവും വലിയ ഇത്. ഇരുട്ട് മൂടിക്കിടക്കുവാണ് ഫുള്ള്, അതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും.